എല്ലാ വീടുകളിലും ദമ്പതികൾ തമ്മിൽ വഴക്കവും പ്രശ്നങ്ങളും ഒക്കെ സർവ്വസാധാരണമല്ലേ? ഇത്തരം ചെറിയ സൗന്ദര്യപ്പിണക്കമുള്ള കുടുംബങ്ങളിൽ പരസ്പരം സ്നേഹവും സന്തോഷവും ഉണ്ടാകണം. എന്നാൽ ഇക്കാലത്ത് പല വീടുകളെയും സ്ഥിതി മറിച്ചാണ്. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആശയവിനിമയമോ നിയമപരമായ വഴികളോ തേടുന്നതിന് പകരം അക്രമവും കൊലപാതകവും അരങ്ങേറുന്ന കാഴ്ച. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവതിയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയത് കുടുംബകലഹത്തിനിടെയാണ്. നെയ്യാറ്റിൻകര സ്വദേശിനി അൽമയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും ട്യൂഷൻ സെൻ്റർ അധ്യാപകനുമായ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 9 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ച ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപം വ്ളാത്താങ്കരയിലാണ് കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. രാവിലെ 9 മണിയോടെ വീട്ടിൽ വെച്ചുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണം. ആ സമയം വിഷ്ണുവും അൽമയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വിഷ്ണുവിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഭാര്യ അൽമയെ ആക്രമിക്കുകയായിരുന്നു. കഴുത്തിന് പിന്നിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. രക്തത്തിൽ കുളിച്ചു കിടന്ന അൽമ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൊലപാതകത്തിന് ശേഷം വിഷ്ണു നേരെ പോയത് അഭിഭാഷകനായ തന്റെ സഹോദരന്റെ അടുത്തേക്കാണ്. ഞാൻ അൽമയെ കൊന്നുവെന്ന് വിഷ്ണു സഹോദരനോട് വെളിപ്പെടുത്തിയതോടെയാണ് നാടിനെ നടുക്കിയ വിവരം പുറംലോകം അറിയുന്നത്. ഉടൻ തന്നെ സഹോദരൻ പോലീസിനെ വിവരമറിയിക്കുകയും പാറശാല പോലീസ് സ്ഥലത്തെത്തി വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസ് വീട്ടിലെത്തുമ്പോൾ വീടിനുള്ളിലെ ബെഡ്റൂമിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു അൽമയുടെ മൃതദേഹം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോലീസ് കസ്റ്റഡിയിലെടുത്ത വിഷ്ണു കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. കുടുംബ വഴക്കാണ് അതിനകത്തുള്ള കാരണമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടുപേരും ഒറ്റയ്ക്ക് ഈ വീട്ടിലാണ് താമസം. ഈ കൃത്യം നടന്ന വീട്ടിൽ തന്നെയാണ്. അവർക്കങ്ങനെ അധികം പുറത്ത് അയൽക്കാരോട്ടൊന്നും അധികം ഒരു ബന്ധമുള്ള ആൾക്കാരല്ല. നമ്മളൊക്കെ ആവശ്യങ്ങൾക്ക് വരുമ്പം മിണ്ടും പോകുന്നല്ലാതെ വരുന്നില്ല. അപ്പോൾ എന്തായാലും നിലവിൽ ഇതിന് മുമ്പൊന്നും അത്തരത്തിലുള്ള ഒരു കുടുംബ വഴക്കിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. വിഷ്ണുവും അൽമയും 9 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇരുവരും വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ദമ്പതികളെന്നാണ് നാട്ടുകാർ പറയുന്നത്. അധ്യാപകനായ വിഷ്ണു നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ സംശയം. എന്നാൽ കൃത്യമായ പ്രകോപനം എന്താണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയമായ തെളിവെടുപ്പുകൾ ആവശ്യമാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെടുത്തു. കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി പോലീസ് അയൽവാസികളുടെയും ബന്ധുക്കളുടെയും മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.